ചെയ്യുന്നത് നല്ല സോഫ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളൊരു പാൽ കേക്കിൻ്റെ റെസിപ്പി ആയാലോ? ഇതിന് നമുക്ക് കുറഞ്ഞ ചിലവ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ 1.5 ഗ്ലാസ് പഞ്ചാര എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാട്ട് ഇത് വേണ്ടത്. ഇത് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കാരമൽ ചെയ്യുമ്പോൾ ഒരു നൂൽപ്പരിയൊന്നും അറിയില്ല, അതൊന്നും ആവണ്ട കേട്ടോ. ഒരു നൂൽപ്പരി വേണം മുന്നേ തന്നെ നമുക്കാവും. ഈ പഞ്ചസാരക്ക് നല്ല ഈ വെള്ളത്തിലൊക്കെ ഇതായി പഞ്ചസാര കാണാത്തൊക്കെ രീതിയിലാണ് വരുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാര നല്ല കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ല ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് അപ്പ സോഡ ഇട്ടാ. ഇതിന് ചില നാട്ടിൽ അപ്പ കാര എന്നും പറയും. ഒരു തുള്ളി ഇട്ടാൽ മതി. ബേക്കിംഗ് പൗഡർ ഇടാൻ പാടില്ല കേട്ടോ. ബേക്കിംഗ് സോഡയാണ്. ഞാൻ നല്ല ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടപ്പൊടിയാട്ടോ. ഇത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ പറയാൻ പറ്റില്ല എത്രയാണ് അളവ് വേണ്ടതെന്ന്. നമ്മുടെ മാവ് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന മാവിൻ്റെ അതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് പൊടി ഞാൻ ഇവിടെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് ആദ്യം നമ്മളിത് നല്ലതുപോലെ പരത്തിയെടുത്ത് ഇനി നമുക്കിത് പാൽ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടെ. പാൽ കേക്ക് നമ്മൾ കടയിലൊക്കെ കിട്ടല് നല്ല നീളത്തിലാവില്ലേ, ചെറിയൊക്കെ നീളത്തിൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാൻ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്യണത്. വളരെ ടേസ്റ്റുള്ള അടിപൊളി നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.